ജിസേലിനെ കരയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇവിടെ ബാക്കിയുള്ളവരാരും മണ്ടന്മാരല്ല എന്ന് ജിസേലിനോട് ബിഗ് ബോസ് പറഞ്ഞു. ജിസേലിന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിസേൽ നെവിനോട് ഡിബേറ്റിൽ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഡിബേറ്റിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് വിജയിക്കുന്നവരുടെ കയ്യിലായിരിക്കും ബാഡ്ജ് ഉള്ളത്. ഓൾറെഡി ജിസേലിൻ്റെ കയ്യിൽ ബാഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിബേറ്റ് തോറ്റു കഴിഞ്ഞപ്പോൾ ബാഡ്ജ് ഓട്ടോമാറ്റിക്കലി വിജയിച്ച നെവിൻ്റെ കയ്യിലേക്ക് മാറിപ്പോവും. അപ്പോൾ ഓൾറെഡി നെവിൻ ഇന്ന് പെട്ടിയും ഡ്രസ്സും കാര്യങ്ങളെല്ലാം കിട്ടി. പകരം ജിസേലിൻ്റെ ഡ്രസ്സും മേക്കപ്പ് പ്രോഡക്ട്സും എല്ലാ പെട്ടി ഉൾപ്പെടെ ബിഗ് ബോസ് മേടിച്ചെടുത്തു. പക്ഷേ അവിടെ ജിസേൽ ചെറിയൊരു പണി പറ്റിച്ചു. ജിസേലിൻ്റെ ഒരു ഡ്രസ്സും പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും അവിടെ എടുത്തു വെച്ചതിന് ശേഷമാണ് ബിഗ് ബോസിന് പെട്ടി കൊടുത്തു വിട്ടത്. അത് നൈസായിട്ട് ബിഗ് ബോസ് അങ്ങ് പോക്കി. അതാണ് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞത്, ജിസേലേ ഇവിടെ ബാക്കിയുള്ളവരൊന്നും മണ്ടന്മാരല്ല, എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട, ഞാനത് കണ്ടുപിടിച്ചു എന്നാണ് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞത്. ജിസേലിനത് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അങ്ങനെ ആ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സും ബാക്കി എല്ലാ സാധനങ്ങളും വീണ്ടും തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച് ബിഗ് ബോസിന് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ജിസേൽ വേണമെങ്കിൽ ഫുഡില്ലാണ്ട് വേണമെങ്കിൽ അവിടെ താമസിക്കും, പക്ഷേ മേക്കപ്പ് ഇല്ലാണ്ട് ഇച്ചിരി പാടാണ് അവിടെ താമസിക്കാൻ. എന്തായാലും കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.